ഹായ് ഹലോ. അങ്ങനെ ഞങ്ങളുടെ കൊടൈക്കനാലിലെ രണ്ടാമത്തെ ദിവസമായിരുന്നു. ഇന്നും ഞങ്ങൾക്ക് ഫുഡ് കിട്ടില്ല. അങ്ങനെ വലിയ ക്ലൈമറ്റ് ചേഞ്ചൊന്നുമില്ല, ചൂട് തന്നെയാണ്. നമ്മുടെ പുനലൂരിനെക്കാട്ടിലും ചൂടത്രയുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഫുഡ് കിട്ടാതെ ഞങ്ങളെല്ലാം വിഷമിച്ച്. ഭയങ്കര സ്ലോ ആയിരുന്നു അവിടെ ഫുഡ് കിട്ടാൻ, വന്ന സർവീസായിരുന്നു. അങ്ങനെ എല്ലാവരും ബസ്സിലോട്ട് കയറും കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു. ഫുഡ് കഴിക്കാൻ കയറിയതേ ഉള്ളൂ. എൻ്റെ മോളിതാ വിശന്നിരിക്കുക കേട്ടോ, ഭയങ്കരമായിട്ട്. രണ്ടുപേരും വിശന്ന് തളർന്നു പോയി. ഫുഡ് കിട്ടാൻ നമ്മൾ ഓർഡർ തലേന്നേ ചെയ്തതാണ്, പക്ഷേ നമുക്കവർ ഫുഡ് റെഡിയാക്കി തന്നില്ല. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളുടെ ഡ്രൈവറിനെ വിളിച്ചപ്പോൾ പറഞ്ഞു വണ്ടി കൊണ്ട് വരാൻ പറ്റില്ല, ഞങ്ങൾ ലേക്കിൻ്റെ അവിടെ വണ്ടി കിടപ്പുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നിടത്ത് ഏതാണ്ട് 3 കിലോമീറ്ററോളം നടന്ന് ലേക്കിലോട്ട് പോവാൻ. ഭയങ്കര വെയിലാട്ടോ, ഭയങ്കര വെയിൽ, ഭയങ്കര ബ്ലോക്ക്. മൊത്തത്തിൽ സൂപ്പർ ഒരു ടൂറായിരുന്നു. തണുപ്പ് ഇവിടുത്തെ ചൂടിൻ്റെ ഫലമായി ഞങ്ങൾ കൊടൈക്കനാൽ പോയപ്പം അവിടെയും ചൂടാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ ലേക്കിൻ്റെ അടുത്തെത്തി. ഞാൻ പറഞ്ഞതാണ്, ലേക്കിൻ്റെ അടുത്ത് എത്തിയിട്ട് ബോട്ടിങ്ങിന് പോകാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ എൻ്റെ മക്കൾക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊട്ട വെയിലത്ത് ഞങ്ങൾ ബോട്ടിങ്ങിന് ഇറങ്ങി. ദാണ്ടെ ഇരിക്കുന്നുണ്ടോ, അപ്പോഴേ പറഞ്ഞതാ വേണ്ട എന്ന്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ. അങ്ങനെ ബോട്ടിങ്, പിന്നെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്ന് പറയാമെന്ന് ആശ്വസിക്കാം. ബോട്ടിങ്ങൊക്കെ കുഴപ്പമില്ലായിരുന്നു, സൂപ്പറായിരുന്നു. നല്ല വെയിലായിരുന്നു, ഭയങ്കര വെയിലായിരുന്നു. പിന്നെ വേറെ എന്തുവാ, പിന്നെ കുറേ നേരം 10-20 മിനിറ്റ് ബോട്ടിങ്ങൊക്കെ ചെയ്ത് ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനും എൻ്റെ അനിയനും എൻ്റെ പിള്ളേരും ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ ക്ഷീണിച്ച് നടന്ന് ക്ഷീണിച്ച് അപ്പുറത്തെ സൈഡിലുള്ള ഏതോ ഒരു പാർക്കിൽ പോയിട്ടുണ്ട്. ഞാൻ എല്ലാവരും വിളിച്ചു പറഞ്ഞു ഞാനിവിടെ ഇരിപ്പുണ്ട്, എല്ലാവരും ഇങ്ങോട്ട് വന്നാൽ മതി, എനിക്ക് നടക്കാൻ വയ്യാമെന്ന് പറഞ്ഞു. അവരെല്ലാം നമുക്കിന്ന് പർച്ചേസിംഗ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. പിന്നെ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും അവിടെ ഇരുന്ന് പാർക്കിലൊക്കെ കയറി കളിച്ച് ചിരിച്ച് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ജുവലിൻ്റെ ഒരു ഡാൻസ് റീലൊക്കെ ഞാൻ എടുത്തു. അത് ഞങ്ങൾ ബസ്സിൽ കയറിയപ്പോഴത്തേക്ക് അങ്ങനെ ബസ്സിലോട്ട് കയറി. ജുവലിൻ്റെ സീറ്റ് വേറൊരാൾ അവൾ കയറി കിടന്നു, പാട്ടൊക്കെ കയറി കിടത്തേക്ക് അവരൊക്കെ ഓണം. അതിപ്പോ വരും. പവിഴമല്ലി ഇട്ട് മറ്റേത് ഇട്ട് ഇതിന്റെ ബാക്കിയായിരിക്കും. വേറെ ഏത് പാട്ടാ? സെക്കൻഡ് ആദ്യം മുതലിടാം, അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ മാറും. ഓക്കെ.